Hello dears, welcome to the class. Today we are going to discuss about our third unit, Meow. Okay, let's start our class. The puppy was sleeping on a mat near the sofa. Meow, he heard a sound. ഒരു പപ്പി എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടി സോഫയുടെ അടുത്ത് കിടന്ന് ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ ഒരു സൗണ്ട് കേട്ടു, മിയാവ് എന്ന്. പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്. ഹീ ലുക്ക്ഡ് അറൗണ്ട്. സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ പപ്പി തലയുയർത്തി ചുറ്റും നോക്കി, എവിടെ നിന്നാണ് ഈ സൗണ്ട് വന്നത് എന്ന്. ഓ, നോബഡി ഈസ് ഹിയർ. ഹീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. മിയാവ്. ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങാനായിട്ട് കിടന്നു. അപ്പോൾ അതാ സൗണ്ട് കേൾക്കുന്നു, മിയാവ് എന്ന് വീണ്ടും. ഹൂ ഈസ് ദർ ആസ്ക്ഡ് ദ പപ്പി. ആരാണ് അവിടെ എന്ന് പപ്പി ചോദിച്ചു. ഹീ ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. നോബഡി ഈസ് ഹിയർ. എന്നിട്ട് ബെഡിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. പക്ഷേ ആരാണ് മിയാവ് എന്ന് കരഞ്ഞത്? ബെഡിന് മുകളിലാണ് അല്ലേ? കണ്ടില്ലേ? അവിടെ ഒരു കാറ്റ് ഇരിക്കുന്നു. പക്ഷേ നമ്മുടെ പപ്പി അത് ഇതുവരെ കണ്ടിട്ടില്ല. ദെൻ ഹീ സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. നോബഡി വാസ് ദർ. പിന്നെ സെർച്ച് ചെയ്തത് ടേബിളിൻ്റെ അടിയിലായിരുന്നു. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാറ്റ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിലാണ് അല്ലേ? ഹീ ക്ലൈംബ്ഡ് ഓൺ ടു ദ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഹീ സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. അങ്ങനെ നമ്മുടെ പപ്പി ചാടിക്കേറി, ജനലിന് മുകളിലേക്ക് ചാടിക്കേറി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് ആരാണ്? ഒരു റൂസ്റ്ററാണ്. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി. കണ്ടില്ലേ? അവിടെ നിൽക്കുന്നുണ്ട്. The puppy ran to the rooster. Who said meow? He asked the rooster. The rooster flapped his wings and sang, cock a doodle do. പപ്പി ഓടിച്ചെന്ന് റൂസ്റ്ററിനോട് ചോദിക്കുകയാണ്, ആരാണ് മിയാവ് എന്ന് പറഞ്ഞത്? ഹൂ സെഡ് മിയാവ്. അപ്പോൾ റൂസ്റ്റർ എന്ത് ചെയ്തു? അതിൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ അടിച്ച് ഒരു പാട്ട് പാടി, കോക്കെ ഡൂഡിൽ ഡൂഡ് എന്ന് പറഞ്ഞിട്ട്. ക്യാൻ യു സേ മിയാവ് ആസ്ക്ഡ് ദ പപ്പി. അപ്പോൾ നമ്മുടെ പപ്പി വീണ്ടും റൂസ്റ്ററിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ മിയാവ് എന്ന് പറയുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ റൂസ്റ്റർ പറയാണ്, ഐ കനോട്ട്. ഐ ഓൺലി സേ കോക്കെ ഡൂഡിൽ ഡൂഡ് സെഡ് ദ റൂസ്റ്റർ. എനിക്ക് മിയാവ് എന്നൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് ആകെ പറയാൻ കഴിയുന്നത് കോക്കെ ഡൂഡിൽ ഡൂ എന്നാണ് എന്ന് ഇങ്ങനെ പപ്പിയെ കളിയാക്കിക്കൊണ്ട് റൂസ്റ്റർ പറയുകയാണ്. മിയാവ്. ദ പപ്പി ഹിയർഡ് ദ സൗണ്ട് അഗെയിൻ. ഹീ സോ എ കെന്നൽ നിയർ ബൈ. ഇറ്റ് മസ്റ്റ് ബി ഹിയർ സെഡ് ദ പപ്പി. ഹി വാക്ക്ഡ് ടു ദ കെന്നൽ. അപ്പോൾ വീണ്ടും മിയാവ് എന്നൊരു സൗണ്ട് കേട്ടു. നോക്കുമ്പോൾ അവിടെ ഒരു കെന്നലാണുള്ളത്. കെന്നൽ എന്ന് പറഞ്ഞാൽ നായ്ക്കൂട്. അപ്പോൾ അതിനുള്ളിൽ നിന്നായിരിക്കും സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ കാറ്റ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഓൺ ദ കെന്നൽ. കെന്നലിന് മുകളിലാണ്. ഹീ സോ എ ഡോഗ് ഇൻ ദ കെന്നൽ. വാസ് ദാറ്റ് യു? വാട്ട്? യു സെഡ് മിയാവ് റൈറ്റ്? മീ? ഭോ വൗ. ആർ യു ജോക്കിംഗ് പപ്പി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. അപ്പോൾ കെന്നലിന് നേരെ നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോഗിനോട് നമ്മുടെ പപ്പി ചോദിക്കുകയാണ്, നീയാണോ മിയാവ് എന്ന് പറഞ്ഞത്? അപ്പോൾ ഡോഗിന് നല്ല ദേഷ്യം വന്നു. ഞാൻ മിയാവ് എന്നൊന്നും പറയില്ല. എന്നെ നീ കളിയാക്കുകയാണോ? ഞാൻ ഭൗ വൗ എന്നാണ് പറയുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദേഷ്യത്തോടെ കുരച്ചു. ദ പപ്പി വാസ് അഫ്രൈഡ്. ഈ ഡോഗിൻ്റെ സൗണ്ടും പറച്ചിലും ഒക്കെ കേട്ടപ്പോൾ പപ്പി പേടിച്ചു. ഹീ റഷ്ഡ് ടു ദ ഗാർഡൻ. ഹീ ഹിഡ് അണ്ടർ എ ബുഷ്. എന്ത് ചെയ്തു? വേഗത്തിൽ ഗാർഡനിലേക്ക് എടുത്ത് ചാടി, എന്നിട്ട് ഒരു ബുഷിന് അടിയിൽ ഒളിച്ചിരുന്നു. ദ പപ്പി സോ എ ഹണി ബീ ഓൺ എ ഫ്ലവർ. ഇറ്റ് മസ്റ്റ് ബി ഹിം തോട്ട് ദ പപ്പി. യു സെഡ് മിയാവ് ഡിഡിൻ യു? പപ്പി അങ്ങനെ ഹണി ബീയോട് ചോദിച്ചു. ഹണി ബീ എന്ന് പറഞ്ഞാൽ തേനീച്ച. പൂവിൽ നിന്ന് തേനൊക്കെ ഇങ്ങനെ കുടിക്കും അല്ലേ? അപ്പോൾ പപ്പി വിചാരിച്ചു ഇവൻ തന്നെയായിരിക്കും മിയാവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് ഹണി ബീയോട് ചോദിക്കുകയാണ്, നീ തന്നെയല്ലേ അങ്ങനെ മിയാവ് എന്ന് പറഞ്ഞത്? മീ buzzed the honeybee. Go away, it stung the puppy on the nose. അയ്യോ,
ഹണീബി എന്ത് ചെയ്തു ഇത് കേട്ടപ്പോൾ? മൂളിക്കൊണ്ട് പോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് മൂക്കിനൊരു കുത്തു കൊടുത്തു. The puppy jumped into a pond. The honeybee went back. The puppy came out. Meow, somebody said again. ഹണീബി ഓടിച്ചപ്പോൾ എങ്ങോട്ടാണ് ചാടിയത് നമ്മുടെ പപ്പി? ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടി. ഹണീബിയും അങ്ങനെ ബാക്കിലുണ്ട്. അപ്പോഴാണ് വീണ്ടും മ്യാവ് എന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. കണ്ടില്ലേ? നമ്മുടെ കാറ്റ് അതിന് കരയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. The puppy saw a frog. Can you say meow? Croak, croak. What a silly puppy. Frogs can only croak. The frog jumped into the water. അങ്ങനെ കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറുമ്പോഴാണ് ഒരു തവള ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പപ്പി തവളയോടും ചോദിച്ചു, നീ മ്യാവു എന്ന് കരയുമോ? അപ്പോൾ ഫ്രോഗ് പറയാണ്, തവളകൾ ക്രോക്ക് ക്രോക്ക് എന്ന് മാത്രമാണ് കരയുന്നത് എന്ന് പറഞ്ഞ് കുളത്തിലേക്ക് ചാടിപ്പോയി. The puppy went home. He was wet and sad. അങ്ങനെ പപ്പി വീട്ടിലേക്ക് തിരിച്ചു പോയി. നനഞ്ഞ് വളരെ സങ്കടത്തോടെയാണ് ആൾ വരുന്നത്. കണ്ടില്ലേ? He lay on the mat near the cot. Suddenly he heard meow. അങ്ങനെ കട്ടിലിനടുത്തുള്ള മാറ്റ്, ഒരു പായയാണ്, അതിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു സൗണ്ട്, മ്യാവ്. He jumped up and saw a fat cat sitting on the table. അങ്ങനെ ചാടി എണീറ്റ് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു തടിച്ച പൂച്ച ടേബിളിന് മുകളിൽ ഇരിക്കുന്നു. Wow, wow. The puppy barked at the cat. The cat arched her back and hissed, shh. അങ്ങനെ പൂച്ചയെ കണ്ട ദേഷ്യത്തിന് കുരച്ചുകൊണ്ട് പപ്പി കാറ്റിന് നേരെ ചാടി. അപ്പോൾ ആ സമയത്ത് തന്നെ പൂച്ചയും ഇങ്ങനെ വഴക്ക് കൂടാനായിട്ട് ബാക്കൊക്കെ ഇങ്ങനെ പൊക്കി എന്ന് സൗണ്ട് എടുത്ത് പപ്പിയുടെ നേരെ വന്നു. The cat jumped at the puppy. മ്യാവ്. കാറ്റ് നമ്മുടെ പപ്പിയുടെ മേലേക്ക് ചാടി വീണു, മ്യാവ് എന്ന് പറഞ്ഞ്. The cat scratched the puppy's ear and ran away. ചാടി വീണ് നമ്മുടെ പപ്പിയുടെ ചെവി സ്ക്രാച്ച് ചെയ്ത് മുറിവുണ്ടാക്കി ഓടിപ്പോയി. The puppy came back to his mat and fell asleep. Now he knew who said meow. അങ്ങനെ പരിക്കൊക്കെ പറ്റി തിരിച്ചു വന്ന് തൻ്റെ മാറ്റിൽ ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ഉറങ്ങി. ഇപ്പോൾ നമ്മുടെ പപ്പിക്ക് മനസ്സിലായി ആരാണ് മ്യാവ് എന്ന് പറയുന്നത് എന്ന്. ഹൗ മെനി വേർഡ്സ് ക്യാൻ യു റീഡ്? റൈറ്റ് ദം ഇൻ ദ ബോക്സ്. നിങ്ങൾക്ക് ഇതിൽ എത്ര വാക്ക് വായിക്കാൻ കഴിയും? അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാലോ. സ്ലീപ്പ്, നിയർ, അറൗണ്ട്, നോബഡി, വെറ്റ്, അണ്ടർ, വിൻഡോ, യാർഡ്, കെന്നൽ, ഫ്ലവർ, സ്റ്റങ്, സ്ക്രാച്ച്, റൂസ്റ്റർ. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, നിയർ അടുത്ത്, അറൗണ്ട് ചുറ്റും, നോബഡി ആരുമില്ല, വെറ്റ് നനഞ്ഞ, അണ്ടർ അടിയിൽ, വിൻഡോ ജനൽ, യാർഡ് മുറ്റം, കെന്നൽ പട്ടിക്കൂട്, ഫ്ലവർ പൂവ്, സ്റ്റങ് കുത്തുക, ഗാർഡൻ പൂന്തോട്ടം, സ്ക്രാച്ച് പോറലേൽപ്പിക്കുക, റൂസ്റ്റർ പൂവൻ കോഴി. ഇതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ ഡിയേഴ്സ്, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.